ഉണക്കമീൻ എങ്ങനെ കറി വയ്ക്കാം, നമ്മൾ വാഴയ്ക്കൊക്കെ ഇട്ടാണ് അത് കറി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് പുളിഞ്ചിക്കൊക്കെ ചേർത്ത് എങ്ങനെ നമുക്ക് കറി വയ്ക്കാൻ നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് മീൻ ഇങ്ങനെ കിട്ടാനില്ലാത്തപ്പോഴൊക്കെ നമുക്കിങ്ങനെ ഈ ഉണക്കമീൻ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കറി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് നമ്മൾ ചോറുണ്ടൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അതിനെടുത്ത് നന്നായിട്ട് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉപ്പൊക്കെ പോകണമല്ലോ. എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കിയൊക്കെ ഇനി നമുക്ക് കഴുകണം. നമ്മളത് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ വെള്ളത്തിൽ ഇരിക്കട്ടെ, അതിൻ്റെ ഉപ്പൊക്കെ പോട്ടെ. അപ്പോൾ അതൊരു ഭാഗത്തോട്ട് നമുക്ക് മാറ്റി വയ്ക്കും. ഇനി ഞാൻ 2 വാഴയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നീളത്തിന് അരിഞ്ഞെടുക്കാമേ. അപ്പോൾ ഈ വാഴയ്ക്കൊക്കെ വരാൻ നമുക്ക് മത്തങ്ങ ചേർക്കാം. മത്തങ്ങ ചേർത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ വാഴയ്ക്ക ഉള്ളതുകൊണ്ടാണ് വാഴയ്ക്ക എടുത്തത്. അപ്പോൾ ഞാൻ 2 വാഴയ്ക്കാണ് എന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ല നീളത്തിന് അരിഞ്ഞ് നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പോൾ അതേ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ ഒരെണ്ണം അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിന് വേണം അരിയാനായിട്ട്. അപ്പം നമുക്ക് ആ നീളത്തിനൊക്കെ അരിഞ്ഞ് നമുക്ക് വെള്ളത്തിലിട്ട് കൊടുക്കാം. കാരണം ഈ വാഴയ്ക്ക് നമുക്ക് കറയുണ്ടല്ലോ. അപ്പം നമുക്ക് വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ 2 വെള്ളമൊക്കെ കഴുകി വേണം അതെടുക്കാൻ, അല്ലെങ്കിൽ ഒരു കറ നമുക്ക് ചോദിക്കും. അപ്പോൾ ഞാൻ ആദ്യം വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഞാൻ എടുക്കുന്ന സമയത്ത് വീണ്ടും അത് കഴുകിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതെല്ലാം ഞാൻ അരിഞ്ഞ് അതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഉണക്കമീൻ വേണമെങ്കിലും ഇങ്ങനെ തന്നെ കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ കരുവാടെന്നാണ് പറയണത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ അതെല്ലാം ഞാൻ അരിഞ്ഞ് ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനി അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ കറിയൊക്കെ പോകണം. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയൊക്കെ എടുക്കണം നമുക്ക്. അപ്പോൾ ആ സമയം കൊണ്ട് ഇതൊക്കെ നമുക്ക് കഴുകിയെടുക്കുന്ന സമയമൊക്കെ കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ, ഒരു 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പുളിഞ്ചിക്ക ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ വാളം പുളി അത് ചേർക്കുന്നില്ല കേട്ടോ. അപ്പം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് എരിവിന് അനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി ചേർക്കണം കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി കൂടെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ 4, 5, 6 ചെറിയ ഉള്ളി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഒരുപാട് മഷി പോലെ അരച്ച് കളയരുത്. നമുക്കൊരു കുഴമ്പ് രൂപത്തിൽ വേണം നമുക്കിത് എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ അത് വയ്ക്കുന്ന ചട്ടിയിലേക്ക് ഞാൻ പുളിഞ്ചിക്ക അരിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്ക് പുളിഞ്ചിക്കയ്ക്ക് വരെ മാങ്ങ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ തക്കാളിയൊക്കെ ഇട്ട് വെക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ പുളിഞ്ചിക്ക ഉള്ളതുകൊണ്ടാണ് ഞാനിത് പുളിഞ്ചിക്ക എടുത്തത്. അപ്പോൾ ഞാനതൊരു ചട്ടിയിലോട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അതനുസരിച്ച് ചേർക്കണേ. പിന്നെ ഇത് നേരത്തെ ഞാൻ അരിഞ്ഞ് വെച്ച വാഴക്കയില്ലേ അതും അതിലോട്ട് ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് കഴുകി എൻ്റെ കറിയൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ അതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അരഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് ഒരു കുഴമ്പ് രൂപത്തിലാണ് ഞാൻ ഇതിങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ഇങ്ങനെ അരഞ്ഞും പോയിട്ടില്ല, എന്നാൽ നല്ലതായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് അരപ്പ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കും. ഒരുപാട് വെള്ളം അങ്ങ് ചേർത്ത് കളയരുത്, എന്നാലങ്ങ് വെള്ളം പോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കറി ഒരുപാട് വേണമെന്നുള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്തത്. ഇപ്പം ഞാനിങ്ങനെ കറിയായിട്ടല്ല വയ്ക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരുപാട് അരയാതെ എടുത്തത്. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കാനും നമുക്ക് ഈ ഉണക്കമീൻ ഉപ്പുണ്ടല്ലോ, അപ്പോൾ അതൊന്നും ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ അവസാനം നമുക്ക് വേണമെങ്കിൽ ഉപ്പ് കുറവാണെന്ന് തോന്നുമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ അത് ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വയ്ക്കും. ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കമീൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുമ്പായിട്ട് ഞാൻ നോക്കി കുറച്ച് പുളി എനിക്ക് കുറവായിട്ട് ഇങ്ങനെ തന്നു. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു വിധം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഈ തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ആ ഉണക്കമീൻ കഷ്ണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ കറിവേപ്പിലേക്ക് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഈ ഇത്രയും രീതിയിൽ ഈ വെള്ളമേ ഒഴിക്കുക വേണ്ട. അപ്പോൾ വെന്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് അത് അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ അതേ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വാഴക്കേക്ക് അതൊന്നും പെട്ടെന്ന് വേകുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒരു വിധമൊക്കെ വെന്ത് വന്നിട്ട് ഇനി അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ നമ്മുടെ കറി റെഡി ആയിട്ട്. അപ്പം നമുക്കിനി വറുത്തിടണം. അതിനായിട്ട് ഞാനൊരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഈ കടുകിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഉലുവയും കൂടി ഇടണം. അതിനകത്ത് മറന്നുപോയി. അപ്പോൾ ഞാൻ പിന്നെ ഈ കുറച്ച് ഉലുവപ്പൊടി ഞാൻ കറിയിലോട്ട് ചേർത്തിട്ടുണ്ട്.
നിങ്ങൾക്ക് ഇങ്ങനെ അരയ്ക്കുമ്പം പച്ച ഉള്ളി വേണമെങ്കിൽ ഈ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിനി ചെറുതായിട്ട് അരിഞ്ഞ സവാളയോ ചെറിയ ഉള്ളി ഏതാണോ അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കരിഞ്ഞു പോരുത്. കരിഞ്ഞ പോലെ അതിൻ്റെ ആ ഒരു കരിഞ്ഞതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇത് ഇങ്ങനെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് വേണം നമ്മളിതൊക്കെ ഒന്ന് താളിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ഇതെല്ലാം തന്നെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയോടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. നമ്മൾ ഈ ഉണക്കമീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഈ വാഴയ്ക്ക കൂടെ ചേർത്തുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊരു ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അവിടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കും. നമ്മൾ വെന്ത് കഴിഞ്ഞല്ലോ നമ്മുടെ ഉണക്കമീൻ കറി. അപ്പോൾ അതിലോട്ട് ഒഴിച്ച് കൊടുക്കാമേ. അപ്പോൾ അതെ, ആ കറി നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് കേട്ടോ. ഇനി നമുക്ക് ആ വറുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതങ്ങ് മൂടി വയ്ക്കാം കേട്ടോ. കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം നമ്മൾ വിളമ്പാൻ സമയത്ത് നമുക്കതൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ എന്തായാലും നമ്മുടെ കരുവാട് കറി കുഴമ്പ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നിൽക്കണം കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് വിളമ്പ സമയമാകുമ്പോൾ എടുത്താൽ മതിയേ. നല്ല ടേസ്റ്റ് എന്നറിയാമോ? എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് മീനൊന്നും കിട്ടാനില്ലാത്ത സമയമാണെങ്കിലോ അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിലോ ഒക്കെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കാൻ വെച്ചുകൊണ്ടോ ഒക്കെ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. കണ്ടോ, ഒരുപാട് കറിയില്ല എന്നാൽ ഒരു ഇതുണ്ട്. എന്നാൽ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ.